മുമ്പെങ്ങുമില്ലാത്ത വിധം ആഭ്യന്തര പ്രതിസന്ധിയിലാണ് പാകിസ്ഥാൻ. സ്വാതന്ത്ര്യത്തിനായി പാക് അധീന കശ്മീരിലും ഖൈബർ പക്തൂൺഖ്വയിലും ജനകീയ പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയായ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് പാക് ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുതിയ രാജ്യത്തിന്റെ ദേശീയ ഗാനവും പതാകയും കറൻസിയും പുറത്തിറക്കി. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പേരിൽ സ്വതന്ത്ര രാഷ്ട്രം പ്രഖ്യാപിച്ച ബലൂച്ച് വിമോചന സംഘടന പ്രവിശ്യയുടെ 85% പ്രദേശവും പ്രകൃതിവാതക പാടങ്ങളും ഖനികളും തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്നും അവകാശപ്പെട്ടു. പുതിയ രാഷ്ട്രപ്രഖ്യാപനത്തെക്കുറിച്ച് മിണ്ടാട്ടമില്ലാതെ പാകിസ്ഥാൻ സർക്കാർ. അമൂല്യ ധാതുക്കളാൽ സമ്പന്നമായ ബലൂചിസ്ഥാൻ വിട്ടുപോയാൽ പാകിസ്ഥാൻ തകരുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. ബലൂചിസ്ഥാനിലൂടെയുള്ള വിതരണ ശൃംഖല തടസ്സപ്പെട്ടതോടെ പാകിസ്ഥാനിലെ പ്രധാന വ്യവസായശാലകൾ കടുത്ത പ്രതിസന്ധിയിൽ. പാകിസ്ഥാൻ പല രാജ്യങ്ങളായി വേർപിരിയുമെന്ന് വളരെ പഴയൊരു പ്രവചനമുണ്ട്. പാകിസ്ഥാനിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും പ്രവിശ്യാതലത്തിലുയരുന്ന സ്വതന്ത്ര രാജ്യമെന്ന ആവശ്യങ്ങളും മറ്റുമാണ് ഇത്തരമൊരു പ്രവചനത്തിന് പിന്നിൽ. പ്രവചനത്തെ സാധൂകരിക്കുന്ന സംഭവ വികാസങ്ങളാണ് പാക് മണ്ണിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അധിനിവേശ കാശ്മീരിന് പിന്നാലെ ബലൂചിസ്ഥാന്റെ പ്രവിശ്യയിലും കലാപം ശക്തമായതോടെ ആഭ്യന്തര രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ സർക്കാർ. ഇതിനിടെ പാകിസ്ഥാനിൽ നിന്ന് തങ്ങൾ സ്വതന്ത്രരായി എന്ന് ബലൂചിസ്ഥാൻ സ്വതന്ത്ര പോരാളികളുടെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പാക് ഭരണകൂടത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. സമൂഹമാധ്യമത്തിൽ വ്യാപകമായി പ്രചരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന പ്രസ്താവനയിലാണ് ബലൂചിസ്ഥാൻ വിമോചന സംഘടനയുടെ പുതിയ രാജ്യപ്രഖ്യാപനം. ബലൂചിസ്ഥാൻ മേഖലയുടെ 85% ഇപ്പോൾ തങ്ങളുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്നും അവർ അവകാശപ്പെടുന്നു. രാജ്യപ്രഖ്യാപനത്തോടൊപ്പം സ്വന്തമായി ദേശീയ പതാകയും ദേശീയ ഗാനവും ഒപ്പം കറൻസിയും അവതരിപ്പിച്ചുവെന്നും ബലൂച്ച് സ്വതന്ത്ര പോരാളികൾ അവകാശപ്പെടുന്നുണ്ട്. മാ ചുക്കൈൻ ബലൂച്ചാനി എന്ന് തുടങ്ങുന്നതാണ് ബലൂചിസ്ഥാന്റെ ദേശീയ ഗാനം. ബലൂച്ചി ഫലൂസ് എന്നതാണ് പുതിയ രാജ്യത്തിന്റെ ഔദ്യോഗിക കറൻസി. മേഖലയിലെ പ്രകൃതിദത്തമായ ഖനന സമ്പത്തിന്റെ നിയന്ത്രണം പുതിയ ഭരണകൂടം ഏറ്റെടുത്തതായി പ്രസ്താവനയിൽ പറയുന്നു. സ്വർണം, ചെമ്പ് ഖനികൾക്ക് പുറമെ സജീവമായ 150ലധികം പ്രകൃതിവാതക പാടങ്ങളുടെയും 1200 കൽക്കരി ഖനികളുടെയും അധികാരം ഇനി റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാന്റെ കൈകളിലായിരിക്കുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ബലൂചിസ്ഥാൻ നേതാവ് മിർ യാർ ബലൂച്ച് പറയുന്നതനുസരിച്ച് ജനങ്ങൾ പാക് സൈന്യത്തിനെതിരെ ശക്തമായി രംഗത്തിറങ്ങിയിരിക്കുകയാണെന്നാണ്. പാകിസ്ഥാൻ നടത്തിവരുന്ന ആണവ ഭീഷണിയും തീവ്രവാദ നിലപാടുകളും അവസാനിപ്പിക്കാനും പ്രാദേശിക സുസ്ഥിരത ഉറപ്പാക്കാനും ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം അനിവാര്യമാണെന്നും പ്രസ്താവനയിൽ പറയുന്നു. ബലൂചിസ്ഥാൻ സേന മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുത്തുവെന്നും പാക് സൈന്യത്തിന് കരഭൂമിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതായും മിർ യാർ ബലൂച്ച് അവകാശപ്പെട്ടു. ബലൂചിസ്ഥാനിലെ വിഘടനവാദികളെ നേരിടാൻ പാക് സൈന്യം ഇപ്പോൾ വ്യോമാക്രമണങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ബലൂചിസ്ഥാൻ രാജ്യത്തിന്റെ പ്രഖ്യാപനത്തോടെ പാക് സൈന്യത്തിലെയും പോലീസിലെയും നിരവധി ബലൂച്ചുകൾ രാജിവെച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. പാക് സൈന്യം, പോലീസ്, അതിർത്തി സേന എന്നിവയിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന നിരവധി ബലൂജികളും പഷ്തൂണുകളും രാജിവെച്ച് ബലൂചിസ്ഥാൻ പക്ഷത്ത് ചേർന്നതായും വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഏകദേശം 5 ലക്ഷത്തോളം പേർ ഉൾപ്പെടുന്ന സൈനിക ഭരണവിഭാഗം 2026 അവസാനത്തോടെ പാക് അധിനിവേശ ശക്തികളെ പ്രദേശത്തുനിന്ന് പൂർണ്ണമായും തുരത്താൻ സജ്ജമാണെന്നും പ്രസ്താവനയിൽ അവകാശപ്പെടുന്നുണ്ട്. പുതിയ രാജ്യം നിലവിൽ വന്നെങ്കിലും ആധുനിക യുദ്ധവിമാനങ്ങളോ ടാങ്കുകളോ തങ്ങളുടെ കൈവശമില്ലെന്നും സ്വന്തം മണ്ണ് സംരക്ഷിക്കാൻ തങ്ങൾ പ്രാപ്തരാണെന്ന് അവർ വ്യക്തമാക്കുന്നു. വൈറലായ പ്രസ്താവനയിൽ അന്താരാഷ്ട്ര സമൂഹം ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ പിന്തുണ നൽകണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിൽ ഒരു രാജ്യവും ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചിട്ടില്ല. അതിനാൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വിവരങ്ങളെ ഔദ്യോഗിക പ്രഖ്യാപനമായി കണക്കാക്കാൻ കഴിയില്ലെന്നും മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു. 4 പ്രവിശ്യകളാണ് പാകിസ്ഥാൻ. അതിൽ ഭൂവിസ്തൃതിയിൽ ഏറ്റവും വലുതാണ് തെക്കു പടിഞ്ഞാറുള്ള ബലൂചിസ്ഥാൻ. പാകിസ്ഥാന്റെ മൊത്തം ഭൂമിയുടെ 44% വരും ബലൂച്ച് മേഖല. ജനസംഖ്യ വെറും 5% മാത്രം. അർദ്ധ മരുഭൂമിയായതുകൊണ്ട് മനുഷ്യവാസം കുറവ്. എന്നാൽ ധാതുസമ്പത്തിൽ സമ്പന്നമാണ് ഈ മണ്ണ്. ഭൂമിക്കടിയിൽ കിടക്കുന്നത് സ്വർണത്തേക്കാൾ അമൂല്യ ധാതുക്കൾ. കൽക്കരി, പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ് തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത അപൂർവ ധാതുക്കൾ വരെ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സാംസ്കാരികമായും രാഷ്ട്രീയമായും മുന്നിലായിരുന്നു ബലൂചിസ്ഥാനികൾ. ഇന്ന് ദയനീയമാണ് അവരുടെ ജീവിതം. 2ാം കിട പൗരന്മാരായാണ് പാക് ഭരണകൂടം ബലൂച്ചിലെ ജനതയെ കാണുന്നത്. അവഗണനയേറ്റ പ്രവിശ്യ എന്ന് വിളിക്കുന്നത് ആത്മാഭിമാനികളായ ബലൂച്ച് ജനതയുടെ മനസ്സിലേൽക്കുന്ന മുറിവുകളാണ്. പാക് രാഷ്ട്രീയത്തെയും ഭരണത്തെയും അധികാരം കൊണ്ട് നിയന്ത്രിക്കുന്ന പാക് പഞ്ചാബികളുടെ അവഗണനയുടെ ചാപ്പ പതിഞ്ഞ മനസ്സാണ് ഓരോ ബലൂച്ച് ജനതയ്ക്കുള്ളിലും. അധികാര വഴിയിൽ ഇന്നും ഒരു വിളിപ്പാടകലെയാണ് ബലൂചിസ്ഥാനികൾ.
സാമ്പത്തിക സഹായം പോലും പ്രവിശ്യക്ക് അനുവദിച്ചു കിട്ടുന്നില്ല. ഗ്രാൻഡുകൾ ഔദാര്യ മനോഭാവത്തോടെയാണ് ബലൂചിസ്ഥാനികൾക്ക് വെച്ചു നീട്ടുന്നത്. അവഗണന അസഹ്യമായപ്പോഴാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം ബലൂചിസ്ഥാനികൾക്കിടയിൽ സ്വാതന്ത്ര്യമോഹം ശക്തമായത്. ചൈനയ്ക്ക് പിന്നാലെ അമേരിക്കയും കണ്ണുവെക്കുന്ന പ്രധാന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ബലൂചിസ്ഥാനിൽ വലിയ തോതിലുള്ള അമേരിക്കൻ നിക്ഷേപവും അറേബ്യൻ കടലിലെ തുറമുഖ വികസനവും ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിലെ പ്രധാന കേന്ദ്രമായ ഗ്വാദർ തുറമുഖവും ബലൂചിസ്ഥാനിലാണ്. ഈ സാമ്പത്തിക ഭൗമരാഷ്ട്രീയ പ്രാധാന്യം കാരണം പ്രദേശത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ദക്ഷിണേഷ്യൻ മേഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. നിലവിൽ പ്രചരിക്കുന്ന റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ പ്രഖ്യാപനവും 85% പ്രദേശം നിയന്ത്രണത്തിലാണെന്ന അവകാശവാദവും സ്വതന്ത്ര അന്താരാഷ്ട്ര മാധ്യമങ്ങളോ ഔദ്യോഗിക ഏജൻസികളോ സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ സർക്കാരും ഇതു സംബന്ധിച്ച് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കിയിട്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ മാത്രം പ്രചരിക്കുന്ന ഒരു പ്രസ്താവനയോട് ഔദ്യോഗികമായി പ്രതികരിക്കേണ്ടതില്ലെന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. അതിനാൽ ഈ വിഷയത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട വിവരങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ അവകാശവാദങ്ങളും തമ്മിൽ വ്യക്തമായ വ്യത്യാസമുണ്ടെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു. ബലൂചിസ്ഥാനിൽ പതിറ്റാണ്ടുകളായി വിഘടനവാദ പ്രസ്ഥാനങ്ങളും സായുധ സംഘർഷങ്ങളും തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിലായി പാകിസ്ഥാൻ സുരക്ഷാ സേനയും ബലൂച്ച് വിഘടനവാദി സംഘടനകളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ശക്തമായിരുന്നു. കഴിഞ്ഞയാഴ്ച വ്യത്യസ്ത ആക്രമണങ്ങളിൽ 40-ലേറെ പാക് സൈനികരെ വധിച്ചുവെന്ന് ബലൂചിസ്ഥാൻ വിമോചന മുന്നണി അവകാശപ്പെട്ടു. 120-ലേറെ വിമതരെ വധിച്ചുവെന്നാണ് പാക് സേനയുടെ വാദം. വർഷങ്ങളായി പാക് സർക്കാരിനെതിരെയും സൈനിക മേധാവി അസീം മുനീർ, പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവർക്കെതിരെയും കടുത്ത പ്രതിഷേധം നിലനിൽക്കുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ഇപ്പോൾ പുറത്തുവന്ന സ്വാതന്ത്ര്യ പ്രഖ്യാപനം സ്ഥിരീകരിക്കപ്പെടുകയാണെങ്കിൽ അത് നിലവിൽ കടുത്ത രാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇസ്ലാമാബാദിന് വലിയ തിരിച്ചടിയാകും. അതിനിടെ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെ പാകിസ്ഥാന്റെ സാമ്പത്തിക മേഖല കടുത്ത തകർച്ച നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ബലൂചിസ്ഥാനിലൂടെയുള്ള വിതരണ ശൃംഖല തടസ്സപ്പെട്ടതോടെ പാകിസ്ഥാനിലെ പ്രധാന വ്യവസായ കേന്ദ്രമായ പഞ്ചാബിലെ ഉൽപ്പാദന മേഖല സ്തംഭനാവസ്ഥയിലായിരിക്കുകയാണെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബലൂചിസ്ഥാനിലൂടെ കടന്നുപോകുന്ന ഊർജ്ജ വിതരണത്തെയും അസംസ്കൃത വസ്തുക്കളെയും ആശ്രയിച്ചാണ് പഞ്ചാബിലെ വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നത്. നിലവിലെ സ്തംഭനാവസ്ഥ തുടരുന്നത് ഒരു യുദ്ധത്തേക്കാൾ വലിയ ആഘാതം പാകിസ്ഥാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏൽപ്പിക്കുമെന്ന് പഞ്ചാബിലെ വ്യവസായികൾ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. ബലൂചിസ്ഥാനിൽ നിന്ന് പഞ്ചാബിലേക്ക് എത്തിച്ചിരുന്ന LNG, കൽക്കരി എന്നിവയുടെ വിതരണം പൂർണ്ണമായും നിലച്ചു എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇന്ധനവും അസംസ്കൃത വസ്തുക്കളും ലഭിക്കാത്തതിനെ തുടർന്ന് പഞ്ചാബിലെ പല ഫാക്ടറികളും ഇതിനകം തന്നെ പൂട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഡുക്കി പോലുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഖനന വിഭവങ്ങളുടെ കൈമാറ്റവും മരവിച്ചിരിക്കുകയാണ്. ഹൈവേകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കാത്തതിനെ തുടർന്ന് ട്രാൻസ്പോർട്ടർമാർ സമരത്തിലാണ്. ഇത് ചരക്കുനീക്കം പൂർണ്ണമായും തടസ്സപ്പെടാൻ കാരണമായി. ലോകത്തിലെ തന്നെ അപൂർവ ധാതുക്കളുടെയും സ്വർണം, ഗ്യാസ് എന്നിവയുടെയും വൻ ശേഖരമാണ് ബലൂചിസ്ഥാനിലുള്ളത്. ബലൂചിസ്ഥാൻ വേർപിരിയുന്നത് പാകിസ്ഥാൻ ഭരണകൂടത്തെ പാപ്പരാക്കുമെന്നും രാജ്യം തകരാൻ ഇത് കാരണമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾക്കുമേൽ പ്രാദേശിക നിയന്ത്രണം വേണമെന്ന ജനങ്ങളുടെ ദീർഘകാലമായുള്ള ആവശ്യം ഇപ്പോൾ പാകിസ്ഥാന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന സാമ്പത്തിക ഉപരോധമായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയെ പാകിസ്ഥാൻ നേരിടേണ്ടി വരും.